ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ഇന്ന് കുറേ നാളായില്ലേ ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഒന്ന് ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചേക്കായിരുന്നേ. രാവിലെ എണീറ്റിട്ട് കടലക്കറിയും പൂരിയൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിൽക്കണം. ഈ പറഞ്ഞതുപോലെ തലേ ദിവസമേ നമ്മൾ ആലോചിച്ച് കണക്ക് കൂട്ടിയൊക്കെ വയ്ക്കണം, പിറ്റേ ദിവസം രാവിലെ എന്തുണ്ടാക്കുമെന്നുള്ളതേ. പ്രത്യേകിച്ച് ഈ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാവിലെ ഓഫീസിൽ പോകുന്ന ഹസ്ബൻഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തായിരുന്നാലും തലേ ദിവസം കിടക്കണ നേരത്ത് നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും രാവിലെ എന്തുണ്ടാക്കും എന്നുള്ളത്. പ്രത്യേകിച്ച് ഫ്രിഡ്ജിനകത്ത് മാവും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, സമയത്തിന് എണീറ്റില്ല, താമസിച്ച് പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ താമസിച്ച് പോവുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷനായിരിക്കും. ഒരുവിധപ്പെട്ട എല്ലാ അമ്മമാർക്കും ആ ഒരു ടെൻഷൻ കാണുമായിരിക്കും അല്ലേ? അതുപോലെ ബോയ്സിന് ആ ടെൻഷൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്തോ? ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവർക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടായിരിക്കും. അല്ലാതെ ഫാമിലിയായിട്ട് താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും അങ്ങനെ ഒരു ടെൻഷൻ തോന്നിയിട്ടുണ്ടാവുമോ എന്തോ അല്ലേ? അതുപോലെ ഇപ്പോൾ പിന്നെ പരീക്ഷയുടെ ടൈമൊക്കെ തുടങ്ങിയല്ലോ. എല്ലാ പിള്ളേർക്കും പരീക്ഷ ടൈം ആകുമ്പോഴത്തേക്ക് അമ്മമാർക്കാണ് അതിനേക്കാളും ടെൻഷനാവുന്നത്. പിള്ളേർ പഠിക്കുന്നുണ്ടായിരിക്കും ചിലപ്പം, പക്ഷേ അമ്മമാർക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ. പരീക്ഷയുടെ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ടെൻഷനാണ്. പണ്ടും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്തോ അല്ലേ? ഇപ്പം പിള്ളേർക്കില്ലാത്ത ടെൻഷനാണ് വീട്ടിലിരിക്കുന്ന നമുക്ക്. പരീക്ഷ എഴുതാൻ പോകുന്ന പിള്ളേരെക്കാളും ടെൻഷനാണ് വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക്. എഴുതാൻ പറ്റുമോ, എന്തെങ്കിലും അറിഞ്ഞുകൂടാതിരിക്കുമോ എന്നൊക്കെയുള്ള ടെൻഷനുണ്ട് എല്ലാവർക്കും കാണുമായിരിക്കും. എനിക്കുണ്ട് കേട്ടോ. പിള്ളേർ പരീക്ഷയ്ക്ക് പോകുമ്പോഴത്തേക്ക് എനിക്ക് ഇത്തിരി ടെൻഷൻ കൂടുതലാണ്. എനിക്കിവിടെ മൂത്ത മോക്കേ പരീക്ഷ തുടങ്ങിയുള്ളൂ, ഇളയാൾക്ക് തുടങ്ങിയിട്ടില്ല. മൂത്തയാളിപ്പം ഒരുവിധം അവളെ കാര്യങ്ങളൊക്കെ നോക്കി അവൾ തന്നെ അങ്ങ് പഠിച്ചോളും. ഇളയാളിന് നമ്മൾ ചെറിയൊരു ഹെൽപ്പ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ചോദിച്ച് അവൾ പഠിച്ചുകൊണ്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചോദിച്ചാൽ മതി. പിന്നെ എന്തെങ്കിലും സംശയം എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെങ്കിൽ പറഞ്ഞു കൊടുത്താൽ മതി. ഒന്ന് കൂടെ വേണം എന്തായിരുന്നാലും, എന്നാലേ പഠിപ്പ് അങ്ങോട്ട് ശരിയാവുള്ളൂ. നമ്മൾ കൂടെ ഇരുന്നാൽ മതി. പിന്നെ രാവിലെ തന്നെ കടലക്കറിക്ക് വേണ്ടിയിട്ടെല്ലാം നേരത്തെ തന്നെ വേവിച്ചൊക്കെ വെച്ചിരുന്നു കേട്ടോ. കടലയും ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ കൂടെ വേവിച്ചൊക്കെ വെച്ചിരുന്നിട്ടു. അതിനെ ഒന്ന് കടുവറുത്തൊക്കെ എടുത്തു. ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പം റിലേറ്റീവ്സിൻ്റെ വീടാണെങ്കിൽ പോലും ഓരോ വീട്ടിലും നമ്മൾ കറികൾ ഉണ്ടാക്കുന്നത് പല രീതിയിലായിരിക്കും. ഒരു കറി തന്നെ പല രീതിയിലായിരിക്കും ഓരോ വീട്ടിലും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സിസ്റ്റേഴ്സ് തമ്മിലായിരുന്നാൽ പോലും ഇപ്പോൾ എൻ്റെ വീട്ടിലുണ്ടാക്കണത് പോലെ ആയിരിക്കില്ല തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരാളിൻ്റെ വീട്ടിലുണ്ടാക്കണത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരേ വീട്ടിൽ താമസിക്കുന്നവർ തന്നെ കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന രീതിയും ഇവിടെ ഉണ്ടാക്കുന്ന രീതിയും തമ്മിൽ ചിലപ്പോൾ യാതൊരു ബന്ധവും കാണില്ല. പിന്നെ അതൊക്കെ ഓരോ ടേസ്റ്റിൻ്റേതാണ്. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതുപോലെ ചിലപ്പോൾ വേറൊരാൾ ഉണ്ടാക്കിയാൽ അത് ശരിയാവണമെന്നില്ലായിരിക്കും. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇപ്പം ഇവിടെ തന്നെ ഒരു സംഭവമില്ലേ, നമ്മുടെ ന്യൂഡിൽസ് ഞാൻ ഉണ്ടാക്കണതിനേക്കാളും ടേസ്റ്റ് ചേട്ടൻ ഇടയ്ക്ക് കയറി ന്യൂഡിൽസ് ഉണ്ടാക്കാറുണ്ട്. ചേട്ടൻ ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കൊരു ന്യൂഡിൽസിൽ പ്രത്യേകിച്ച് നമ്മൾ പുറത്തുനിന്ന് ഒരു ഇൻഗ്രീഡിയൻറ്റും നമ്മൾ ആഡ് ചെയ്യണില്ല. പക്ഷേ എന്താണെന്ന് അറിഞ്ഞൂടാ, രണ്ടുപേരും ഉണ്ടാക്കണതിൽ ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും ഉണ്ടാക്കുന്നത് അതിൽ ഇടുന്ന സാധനങ്ങളൊക്കെ ചിലപ്പോൾ സെയിം ആയിരുന്നാൽ പോലും ടേസ്റ്റുകൾ തമ്മിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഉണ്ടാക്കുന്ന രീതിയേ വ്യത്യാസമായിരിക്കും. ഞാൻ കുറച്ച് നാൾ മുന്നേയൊക്കെ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ട് നമ്മൾ കുറച്ച് കടല വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ട് അരച്ചൊഴിക്കുമല്ലോ, അങ്ങനെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കതൊട്ട് അങ്ങനെ വർക്കായില്ല. എനിക്കങ്ങനെ ടേസ്റ്റ് പോലെ തോന്നിയില്ല. എല്ലാം കൂടെ അങ്ങ് കുഴഞ്ഞ് അങ്ങനെ ഇരിക്കുന്നതല്ലാതെ അങ്ങനെ ഭയങ്കര ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല. ഞാനിപ്പോൾ ഇന്നുണ്ടാക്കിയതുപോലെ ആണെന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി ഓരോ വീട്ടിലും ഓരോ രീതിയിൽ അങ്ങ് ഉണ്ടാക്കുക, ഓരോരോ ടേസ്റ്റിനനുസരിച്ച് അങ്ങ് ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ പൂരി ഉണ്ടാക്കാൻ എനിക്ക് എളുപ്പമാണ്. ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ കാപ്പി കുടിക്കാൻ എടുത്തു.